വിശപ്പ് വെടിഞ്ഞ് ഭഗവാനെ ഭജിക്കുക എന്നതാണ് ശിവരാത്രി അനുഷ്ഠാനത്തിൽ പ്രധാനം. ശരീരധർമ്മങ്ങളാകുന്ന വിശപ്പും ദാഹവും ജയിച്ച് അജ്ഞാനമാകുന്ന ഉറക്കത്തിലേക്ക് വഴുതി വീഴാതെ ജ്ഞാനത്തിൻ്റെ ഉണർവിൽ കഴിയുന്ന രാത്രിയാണ് ശിവരാത്രി. യോഗയ്ക്ക് രാത്രി വിശ്രമത്തിനും ആസ്വാദനത്തിനുമുള്ള സമയമാണ്. എന്നാൽ ഭക്തൻ്റെ ഭാവം അതല്ല. രാത്രി ഈശ്വരസ്മരണയ്ക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. ഇന്ദ്രിയാസ്വാദനങ്ങൾ അല്പസുഖം തരുന്നതും അല്പനിമിഷം മാത്രം നിലനിൽക്കുന്നതുമാണ്. അവ ആസ്വദിക്കുമ്പോഴും അവിടുത്തെ കൃപ കൊണ്ടാണ് അവ ലഭിച്ച എന്ന നന്ദിയോട്. കാരണം എന്തിനും കൃപ വേണം. ഒരു പാട്ട് കേൾക്കണേ കേൾവി ഉണ്ടെങ്കിലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ചെവി കേൾക്കാത്തവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എത്ര ഭംഗിയുള്ള സ്ഥലത്ത് വെള്ളച്ചാട്ടത്തിനടുത്തും പോയി നിന്നാൽ പക്ഷെ കണ്ണ് കാണാൻ പറ്റവർക്ക് അത് കാണാൻ പറ്റുന്നില്ല. അപ്പം അതുപോലെ ആ ആസ്വാദനത്തിനും അവിടുത്തെ അനുഗ്രഹം വേണമെന്നുള്ളതാണ് കൃപ. ആ കൃപയാണ് അനുശക്തി തന്നത്. അതുകൊണ്ട് എല്ലാത്തിനോടൊരു നന്ദിയുള്ളവനായി നമ്മൾ തീരണം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ മറക്കാതെ ജീവിക്കണം. ലോകത്തു നിന്ന് കിട്ടുന്ന അല്പസുഖങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് സാധാരണ ജനങ്ങൾ. അതാണ് ഏറ്റവും ഉന്നതായ സ്ഥാനം എന്നുള്ളതാണ് ചിന്ത. ഒരു കുഞ്ഞിന് കളിപ്പാട്ടം കിട്ടുന്നതാണ് ഏറ്റവും ഉന്നതായെന്ന് ചിന്തിക്കുകയാണ്. അതുപോലെ കളിപ്പാട്ടത്തിൽ നിന്ന് പിന്നെ കുഞ്ഞങ്ങനെ ഒട്ടം കണ്ട് അത് കഴിഞ്ഞ് വേർന്ന് കാണുമ്പോൾ അത് വേണം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാറിന് വലിയ കാറായ വലിയായിരുന്നു എങ്ങനെ പിന്നെ പ്ലെയിനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരിക്കലും തൃപ്തിയാകുന്നില്ലല്ലോ. തൃപ്തി വരുന്നുണ്ട് ബാഹ്യമായ വസ്തുവിൽ, ഈ രീതിയിലുള്ള തൃപ്തിയുള്ളൂ. പിന്നെ അടുത്ത നിമിഷം മാറുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സ്. അതാണ് ബാഹ്യ വസ്തുക്കളോടുള്ള തൃപ്തി. പക്ഷെ അതാണ് പൂർണ്ണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കരയുന്ന കുഞ്ഞിന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നിന് കളിപ്പാട്ടം വേണ്ടി കൊടുത്തു, അത് കണ്ട് കളിച്ച് 2 മിനിറ്റ് 1 മിനിറ്റ് കളിച്ചു, പിന്നെയും കരയാൻ തുടങ്ങി. വേറെ കളിപ്പാട്ടം കൊടുത്തു, അത് കഴിഞ്ഞ് അപ്പം ചിരിച്ചു, പിന്നെയും കരയാൻ തുടങ്ങി. നിപ്പിൾ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ കുഞ്ഞു വിചാരിക്കുന്നതാണ് പൂർണ്ണമെന്ന്. കൊച്ചു വിശന്നിട്ടാണ് കരഞ്ഞത്. അപ്പോൾ തൽക്കാലം അത് കിട്ടിയപ്പോൾ ചിരിച്ചു, പിന്നെ നിർത്താണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനം പാലാണ്, കൊച്ചിന് പാലാണ് വേണ്ടത്. അപ്പോൾ തൽക്കാലമായി കിട്ടിയ ആ കളിപ്പാട്ടം പോലാണ് നമ്മളിപ്പോൾ തൃപ്തിപ്പെടുന്നത്. ലോകത്തു നിന്ന് കിട്ടുന്ന അല്പസുഖങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് സാധാരണ ജനങ്ങൾ. എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അധീനമാക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വലുതായ ശാന്തിയും സുഖവും ഉണ്ട്. അതിലേക്കുള്ള വാതിലുകൾ തുറക്കുന്ന താക്കോലുകളാണ് വ്രതവും തപസ്സും ഒക്കെ.